എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പുതപ്പ് കാണുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നാറുണ്ട് മിക്ക ഇന്ത്യൻ വീട്ടിലും ഇങ്ങനെ ഒരു പുതപ്പ് കാണണം. എൻ്റെ ഫേവറേറ്റാ കേട്ടോ. ഞാനത് സമ്മർ ആണേലും ഏത് സീസൺ ആണേലും ഞാനതാ പുതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴും അലക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് പുതപ്പെല്ലാം അലക്കുന്ന ദിവസാ. പുതപ്പും ഷീറ്റും തലയണ കവറും എല്ലാം അലക്കുന്ന ദിവസാ. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ കൂട്ടാന്ന്. അപ്പോൾ എല്ലാം നമ്മൾ അലക്കാൻ എടുക്കാവേ. ഇത് ആക്ച്വലി ആഹ്, നമുക്ക് നേരത്തെ ക്വീൻ സൈസ് ബെഡായിരുന്നേ. അപ്പം ഈ വീട്ടിലോട്ട് നമ്മൾ മാറിയപ്പം മൈൽസിൻ്റെ അപ്പൂപ്പൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഈ കിങ് സൈസ് ബെഡ് നല്ലതാട്ടോ, നല്ല സോഫ്റ്റാ. അതുപോലെ നല്ല വലുതുവാ. ഒരു 3 പേർക്ക് കിടക്കാം. അപ്പം അങ്ങനെ അപ്പം നമ്മൾ എല്ലാ ഷീറ്റും താഴെ കൊണ്ടുവന്നു. നമ്മുടെ പോട്ട്സ് ഇട്ടു. ഞാൻ എൻ്റെ ആ വലിയ കമ്പിളിയില്ലേ അത് നമ്മൾ ഒന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അലക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇടാത്ത അതിന് ഭയങ്കര കനവും ഭയങ്കര വലുതും ആയോണ്ട് നമ്മൾ ഇടാറില്ല. അത് തന്നെ ഇടാനായിരിക്കും നല്ലത്. കാരണം വേറെ എന്തേലും ഇടുമ്പം പിന്നെ എനിക്ക് തോന്നും സോപ്പ് വല്ലതും ഒട്ടിപ്പിടിക്കുവോ അല്ലെങ്കിൽ അത് നന്നായിട്ട് കഴുകുകേലെന്നൊക്കെ എനിക്ക് തോന്നും. എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ തോന്നും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റേ അലക്കുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇട്ടതെല്ലാം ഉണങ്ങാൻ നമ്മളിട്ടു. അപ്പം നമ്മൾ ഇത് തന്നെ ഇട്ടു കേട്ടോ. കണ്ടോ ഇത് ഒന്നോട്ട് ഇടുമ്പോഴേ അത് നിറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് ഇത് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ഇത് കഴുകാനിട്ടു. മറ്റേത് ദാണ്ടേ ഉണക്കാനും ഇട്ടു കേട്ടോ. അപ്പം നമുക്ക് ഉണക്കാം. ഇത് നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടും കേട്ടോ. നല്ലതായിട്ട് നല്ല ചൂടും നല്ല ഇതുമായിട്ട് കിട്ടും. ഒരു നനവിൻ്റെ ഇതും ഇല്ലായിരിക്കും കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് എനിക്ക് ഡ്രയർ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അലക്കാൻ ഇടുമ്പോൾ അപ്പം തന്നെ അലക്കി ഉണക്കി കിട്ടും. അതുകൊണ്ട് നല്ലതാ. അപ്പം ആ സമയം കൊണ്ട് അമ്മ ചിക്കൻ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാനിത് അലക്കി എല്ലാം ഉണങ്ങി വരുന്ന സമയത്ത് ഞാൻ 3 ചിക്കൻ കാല് തിന്നു. നല്ലായിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. നല്ല എരിവും നല്ല പുളിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ദാണ്ടെ എല്ലാം ഉണങ്ങി. നല്ല ചുടു ചുടു കമ്പിളി പുതപ്പുകൾ നമുക്ക് കൊണ്ട് വിരിക്കാവേ. ആക്ച്വലി ഹസ്ബൻഡിനെയും കൊണ്ടാണ് ഞാൻ വിരിപ്പിക്കുന്നത്. കാരണം എനിക്കിത് അലക്കാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല ഉത്സാഹമാണ്. പക്ഷേ എനിക്കിത് തിരിച്ചിടാൻ ഒട്ടും ഉത്സാഹമില്ല. അതുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഇടിയിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഇപ്പോൾ ഉണങ്ങിക്കൊണ്ടിരിക്കുക വലിയ ആ കമ്പിളി പുതപ്പ്. നമ്മുടെ കുഞ്ഞാവും ഉറങ്ങി കേട്ടോ. ദാണ്ടെ കിടക്കുന്നു. ഞാൻ അവള് ഞാൻ കിടക്കാൻ പോകുമ്പോൾ സൈഡിലുള്ള തലയണ മാറ്റി വെക്കും. അത് സേഫ് അല്ല അതുകൊണ്ട്. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ സൈഡിൽ ഇരിക്കുന്ന തലയണയില്ലേ, അത് ഇപ്പോൾ പുതിയൊരു തലയണ എടുത്ത് തന്നിട്ട് അതിന് കവറില്ലായിരുന്നു. അപ്പോൾ ഒരു വലിയ കവർ എടുത്തിട്ട് അവനിങ്ങനെ കെട്ടി വെച്ചാട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. സബ്സ്ക്രൈബ്.